ബംഗാൾ ഇത്തവണ BJP പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന് മമതാ ബാനർജിയും എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന് കോൺഗ്രസും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അസമിലും മികച്ച ഭൂരിപക്ഷത്തിൽ BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗാണ്, അല്ലെങ്കിൽ മികച്ച പോളിംഗാണ് രണ്ട് ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയത്. തുടക്കത്തിൽ തന്നെ ഈ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ BJP നേതാക്കളും പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ളവർ അവകാശവാദങ്ങളുമായി മുന്നിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ എക്സിറ്റ് പോളിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ബംഗാളിൽ വലിയൊരു അട്ടിമറി ഉണ്ടാകും എന്നുള്ളത്. ജിഷ്ണു, പശ്ചിമ ബംഗാൾ ഇത്തവണ BJP പിടിക്കും എന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകിയിട്ടുള്ളത്. പീപ്പിൾ പൾസ് ഒഴികെയുള്ള പുറത്തുവന്ന എല്ലാ ഏജൻസികളും പശ്ചിമ ബംഗാളിൽ BJP 140 മുതൽ പരമാവധി 170 മുകളിൽ വരെ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം പിടിക്കും എന്ന സൂചന നൽകുന്നു. ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മികച്ച പോളിംഗ് ആണ് രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നിട്ടുള്ള ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 93% മുകളിലും രണ്ടാം ഘട്ടത്തിൽ 92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മികച്ച പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ BJPക്ക് കൃത്യമായൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. കാരണം ബംഗാളിന്റെ മണ്ണിൽ ഇതുവരെ സർക്കാർ രൂപീകരിക്കാൻ ഭരണത്തിലേറാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഇത്തവണ കനത്ത പോരാട്ടം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ബംഗാളിൽ നടന്നിട്ടുണ്ട്. ബംഗാളിൽ കൊൽക്കത്തയും ഹൗറയും ഹൂഗ്ലിയും ഉൾപ്പെടെ നോർത്ത് സൗത്ത് 24 പർഗാനസ് ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ അത് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിന്റെ കൈവശമുള്ള മണ്ഡലങ്ങളാണ്. ഇവിടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. തുടർച്ചയായ റോഡ് ഷോകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലകളിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഇത്തവണ ബംഗാളിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പ്രചാരണത്തിൽ BJP നടത്തിയത്. അത് വിജയിക്കുമോ എന്ന് കാത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ജനവിധിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കും എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്തിട്ടുള്ളത്. ജനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾ തനിക്കൊപ്പം തന്നെ നിൽക്കും എന്ന പ്രതികരണം മമതാ ബാനർജി നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും കോൺഗ്രസും തള്ളിക്കളയുകയാണ്. അതായത് പശ്ചിമ ബംഗാളിലും അസ്സാമിലും കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയത്. അസ്സാമിൽ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ 126 അംഗ നിയമസഭയിൽ 100ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകും. അസമിൽ BJP ഹാട്രിക് അടിക്കും എന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. അവിടെ പരമാവധി 30 സീറ്റുകൾ വരെ എത്തും കോൺഗ്രസ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. അതുകൊണ്ട് ആ പ്രവചനങ്ങളെ പൂർണ്ണമായും കോൺഗ്രസ് തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അസമിലെയും ബംഗാളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വഴിവെച്ചിട്ടുണ്ട്. ഇനി യഥാർത്ഥ ഫലം അറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകൾക്ക് സമാനമായി രണ്ട് സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ വരുമോ അതല്ലെങ്കിൽ മറിച്ചെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലിജിൻ, തീർച്ചയായിട്ടും ജിഷ്ണു, അതാണ് ബംഗാളിലും അതോടൊപ്പം തന്നെ അസമിൽ BJP തുടരും, ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതേസമയം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഈ എക്സിറ്റ് പോളുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ അനുകൂലമാകുന്ന മുന്നണികൾ അതിനെ സ്വാഗതം ചെയ്യാനും അല്ലെങ്കിൽ പ്രതികൂലമാകുന്നവർ അതിനെ എതിർക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് കേരളത്തിലടക്കം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.